നമ്മുടെ നാടിൻ്റെ സംസ്കാരമനുസരിച്ച് വിവാഹിതരായ ആളുകൾക്ക് 2 വർഷത്തിനുള്ളിൽ ഒരു കുട്ടി ജനിക്കുന്നത് ഒരു സാധാരണ കാര്യമാണ്. കുട്ടി ജനിച്ചില്ലെങ്കിൽ ദമ്പതികളെക്കാൾ കൂടുതൽ താൽപ്പര്യം അയൽക്കാർക്കും നാട്ടുകാർക്കും മറ്റുള്ളവർക്കുമൊക്കെയാണ് എന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ വേദപുസ്തകത്തിലെ ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ഹന്നയുടെ കഥ ചിലർക്കൊക്കെ സുപരിചിതമാണ്. അത് നമുക്ക് പല പാഠങ്ങളും നൽകുകയാണ്. ഹന്നയുടെ കാലത്ത് ഗർഭം ധരിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തി, അത് അവളുടെ മാത്രം വേദനയായിരുന്നില്ല, ആ കുടുംബത്തിന് അപമാനവും സമൂഹത്തിൽ ലജ്ജയുമൊക്കെ അവളും ആ കുടുംബവും വഹിക്കേണ്ടതായിരുന്നു. അവളുടെ ഭർത്താവ് അവളെ സ്നേഹിച്ചിരുന്നു, അവളെ കരുതിയിരുന്നു. എന്നാൽ അവളുടെ വീട്ടിൽ അവളെ വേദനിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന മറ്റൊരു വ്യക്തി അവൾക്കെതിരെ ഉണ്ടായിരുന്നു. മനോവ്യസനത്തോടെയാണ് അവൾ ഓരോ ദിവസവും കഴിഞ്ഞിരുന്നത്. എല്ലാ വർഷവും ദൈവത്തെ ആരാധിക്കുവാൻ അവർ ഒരാലയത്തിൽ പോകുമായിരുന്നു. അങ്ങനെ ഒരു വർഷം മനോവിഷമത്തോടുകൂടി അവൾ പ്രാർത്ഥിക്കുമ്പോൾ താൻ പ്രാർത്ഥിക്കുന്നത് കണ്ട പുരോഹിതൻ അവൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ അവളുടെ അടുത്ത് വന്ന് അവളോട് പറഞ്ഞു, നിന്റെ മദ്യം ആദ്യം ഇറങ്ങട്ടെ എന്ന്. ഇത് കേട്ടപ്പോൾ അവൾക്ക് വളരെ വേദനയാണുണ്ടായത്. അവൾ പറഞ്ഞു, ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീയാണ് എന്ന്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിലെ വേദനകളെ ഹന്ന ഒരു പ്രാർത്ഥനയാക്കി മാറ്റുകയാണ്. അവളുടെ വേദനകൾ ഒരിക്കലും കോപമായി മാറുന്നില്ല. അവളുടെ വേദനകൾ നിരാശയും ആകുന്നില്ല. മറിച്ച് അവളുടെ വേദനകളെ അവളൊരു പ്രാർത്ഥനയാക്കി മാറ്റുകയാണ്. അവളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ ബലഹീനയായപ്പോൾ അവൾ ശക്തിയുള്ളവളായി അഭിനയിച്ചുമില്ല. അവൾ സത്യസന്ധമായി ആത്മാർത്ഥതയോടെ അവൾ ദൈവത്തോട് സംസാരിക്കുകയാണ്. ഇവിടെയാണ് ഒരു വലിയ മാറ്റം സംഭവിക്കുന്നത്. നമ്മുടെ കാത്തിരിപ്പ് ഒരു പ്രാർത്ഥനയായും നമ്മുടെ പ്രാർത്ഥന ആരാധനയുമായും മാറിയിരുന്നു എങ്കിൽ, ഉത്തരം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ, മറുപടികൾ ദീർഘമാകുമ്പോൾ ദൈവം അകലെയാണ് എന്നാണ് നാം ചിന്തിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ ദൈവം ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നാം പ്രാർത്ഥിക്കുന്ന, കാത്തിരിക്കുന്ന സമയങ്ങളിലാണ്. ഇവിടെ ദൈവം ഹന്നയുടെ ഗർഭം അടച്ചിരുന്നു എന്ന് വായിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, മനസ്സിലാകാൻ പ്രയാസമുള്ള കാര്യമാണ്. എന്നാൽ വേറൊരു സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നമുക്കെതിരെയുള്ള എല്ലാ പോരാട്ടങ്ങളും എല്ലാ പ്രതിസന്ധികളും ശത്രുവിൻ്റെ ആക്രമണങ്ങൾ മാത്രമല്ല, ചില സമയത്ത് അത് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗം കൂടിയാണ്. ഇവിടെ ഒരാൾ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ഒരു കുഞ്ഞില്ലായിരുന്നു എന്നത് മാത്രമായിരുന്നു ഹന്നയുടെ ആവശ്യം. എന്നാൽ ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ മനമുരുകി പ്രാർത്ഥിക്കുന്നത് കണ്ട് പുരോഹിതൻ അവളുടെ ആവശ്യം മനസ്സിലാകാതെ ഇരുന്നപ്പോൾ അവളുടെ ദൈവത്തോടുള്ള കരച്ചിലും അത് എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കുന്നതോടൊപ്പം തന്നെ ആലയത്തിൽ ദർശനമുള്ളൊരു പ്രവാചകനെ നൽകണമേ എന്നുള്ള പ്രാർത്ഥനയുമായി മാറി. അത് ദൈവസന്നിധിയിൽ ഒരു സമർപ്പണമായി അവൾ നൽകുകയാണ്. അവളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകി. ഒരു കുഞ്ഞിനെ മാത്രമല്ല ദൈവം നൽകിയത്, ഒരു പ്രവാചകനെയാണ് ദൈവം നൽകിയത്. ഒരു ജനതയുടെ മുഴുവൻ കാത്തിരിപ്പായിരുന്നു അവളുടെ ഉത്തരം. പ്രാർത്ഥന ഒരു കാത്തിരിപ്പാണ്. ഒരുപക്ഷെ എന്താണ് ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ഒരു സൗഖ്യത്തിനോ, ഒരു വഴി തുറന്നു കിട്ടേണ്ടതിനോ, ഒരു അത്ഭുതത്തിനോ ഒക്കെയാണോ നിങ്ങളുടെ പ്രാർത്ഥന? ഒറ്റപ്പെടലുകളും ഒറ്റപ്പെടുത്തലുകളുമൊക്കെ ഏറ്റ് തകർന്നിരിക്കാം. ഒരുപക്ഷെ പ്രാർത്ഥിച്ച വിഷയം തന്നെ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച് മടുപ്പുള്ളവരായിരിക്കാം. പക്ഷെ ഓർക്കുക, നിങ്ങളുടെ കാത്തിരിപ്പ് വെറുതെയല്ല. നിങ്ങളുടെ കണ്ണുനീർ അവൻ തുരുത്തിയിലാക്കി വെച്ചിട്ടുണ്ട്. ദൈവം ഒരിക്കലും നിങ്ങളെ അവഗണിക്കുന്നില്ല. ദൈവത്തിൻ്റെ മൗനവും മറുപടിയൊന്നും ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം എന്നെ കാണുന്നില്ല, മറന്നുകളഞ്ഞു എന്ന് വിചാരിക്കണ്ട. അത് ഒരുപക്ഷെ നമ്മൾ കാണുന്നില്ല എങ്കിലും ദൈവം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. കർത്താവ് എന്തുകൊണ്ടാണങ്ങ് പ്രവർത്തിക്കാതിരിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് പകരം, ദൈവമേ, അങ്ങെന്താണ് എന്നിൽ രൂപപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. കാരണം ദൈവം എപ്പോഴും മാറ്റുന്നത് നമ്മുടെ സാഹചര്യത്തെയല്ല, മറിച്ച് നമ്മെയാണ്. ഇന്ന് ശൂന്യമായിരിക്കാം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, എന്നാൽ ദൈവത്തിൻ്റെ ജീവൻ്റെ ഉറവിടമായി നാം മാറുന്നു. നന്മകൾ നമുക്കായി തരുന്ന ദൈവത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മുടെ കാത്തിരിപ്പുകൾ പ്രാർത്ഥനകളായി തീരട്ടെ. നമ്മുടെ പ്രാർത്ഥനകൾ ആരാധനകളായി, നന്ദിയുടെ സൂചകമായി മാറട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988
221957 എന്ന നമ്പർ ഉപയോഗിക്കുക.